ഞാനൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ന്യൂ ഇയറിന് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ചിക്കൻ തന്നെയാണ്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അത് കുറച്ച് ഭാഗങ്ങളെല്ലാം ഒന്ന് വരഞ്ഞ് നന്നായിട്ട് എടുക്കുക. എന്നിട്ട് ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനൊരു 2 ടീസ്പൂൺ വീതമൊക്കെ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എല്ലാം എടുക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയൊക്കെയാണ്. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് തൈരാണ്. തൈരും കുറച്ച് ഈ മസാല നന്നായിട്ട് മിക്സാക്കാൻ പരുവത്തിന് കുറച്ച് തൈര് ചേർക്കുക. ഒരുപാട് പുളി വേണ്ട, അത്യാവശ്യം പുളിയുള്ള തൈര് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് നാരങ്ങാ നീര് വേണം. നാരങ്ങാ നീര് ഞാനൊരു 2-3 നാരങ്ങയുടെ നീരെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് മസാലപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല. കാരണം നമ്മുടെ ചിക്കനകത്ത് ഈ അരപ്പ് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഓരോ ചിക്കനകത്തും മസാലയെല്ലാം നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും സൂക്ഷിക്കണം. ഞാനൊരു 3-4 മണിക്കൂർ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രിൽഡിൻ്റെ ഉള്ള അടുപ്പെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഗ്രില്ലിനകത്ത് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. തീ ഒരുപാട് കൂടാനും പാടില്ല, ചിക്കൻ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെസിപ്പി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.